നമസ്കാരം. നമ്മുടെ പുതിയൊരു അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സർക്കാർ നിയമത്തെക്കുറിച്ചല്ല, മറിച്ച് ഗവൺമെന്റിന്റെ രഹസ്യാറകൾ തുറക്കാൻ ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ പോരാടി നേടിയെടുത്തൊരു മാന്ത്രിക താക്കോലിനെക്കുറിച്ചാണ്. അതെ, വിവരാവകാശ നിയമം അഥവാ RTI. നിങ്ങൾ PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ വാചകം തീർച്ചയായും കേട്ടിട്ടുണ്ടാകുമല്ലേ? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ്. വെറുമൊരു അലങ്കാരവാക്കല്ല ഇത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്ക്, ഫയലുകൾക്കുമേൽ അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സൂര്യതേജസ്സായിട്ടാണ് ഈ നിയമം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ഭാഗം 1. വെളിച്ചത്തിനായുള്ള അന്വേഷണം. എവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. 1766 സ്വീഡനാണ് ലോകത്താദ്യമായി വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസാക്കുന്നത്. പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വിവരാവകാശ നിയമം പാസാക്കുന്ന ലോകത്തെ 55ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുന്നത്. ഇനി നമ്മുടെ ഭരണഘടന എടുത്തു നോക്കിയാൽ അതിൽ വിവരാവകാശത്തെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ല എന്ന് കാണാം. പിന്നെ എങ്ങനെയാണ് ഈ അവകാശം നമുക്ക് കിട്ടിയത്? അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19(1)ൽ തന്റെ അറിയാനുള്ള അവകാശവും ഉൾപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അങ്ങനെ പല്ലൻ നഖവുമില്ലാതിരുന്ന 2002ലെ പഴയ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എടുത്തുകളഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ശക്തമായ നിയമം നിലവിൽ വന്നത്. ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ നിയമമൊന്നുമല്ല കേട്ടോ. ഇതിനു പിന്നിൽ ഗ്രാമീണ കർഷകരുടെ വലിയൊരു പോരാട്ടത്തിന്റെ കഥയുണ്ട്. 1990ൽ രാജസ്ഥാനിൽ അരുണ റോയിയുടെ നേതൃത്വത്തിൽ മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന ആരംഭിച്ച പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇതിനു തുടക്കമിട്ടത്. പിന്നീട് PB സാവന്ത് ഇതിന്റെ കരട് തയ്യാറാക്കി. അങ്ങനെ 2005 ജൂൺ 15-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും 2005 ഒക്ടോബർ 12-ന് ഈ നിയമം രാജ്യത്ത് പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അങ്ങനെ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഈ വിപ്ലവകരമായ ബില്ലിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ ഗസറ്റിൽ അതൊരു പുതിയ ചരിത്രമായി മാറി. അതോടെ ഗ്രാമങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരുടെ വലിയൊരാവശ്യം ഗവൺമെന്റിന് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ശക്തമായൊരു നിയമമായി മാറുകയായിരുന്നു. ഭാഗം 2. സത്യത്തിലേക്കുള്ള താക്കോൽ. നിയമം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ നിയമത്തിന്റെ ഘടനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏത് മികച്ച ആയുധവും കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഈ താക്കോലിന്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. പരീക്ഷാ സമയത്ത് മറക്കാതിരിക്കാൻ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ഈ നിയമത്തിന് ആകെ 6 അധ്യായങ്ങളും 31 സെക്ഷനുകളും 2 ഷെഡ്യൂളുകളുമാണുള്ളത്. മുൻപ് ജമ്മുകാശ്മീർ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഈ നിയമം ബാധകമാണ്. ഇനി ആരുടെയൊക്കെ വാതിലുകളാണ് ഈ താക്കോല് വെച്ച് നമുക്ക് തുറക്കാൻ കഴിയുക? സെക്ഷൻ 2H പ്രകാരം പൊതു അധികാരി അഥവാ പബ്ലിക് അതോറിറ്റി ആരാണെന്ന് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും, എന്തിന് ഗവൺമെന്റ് ഫണ്ട് ലഭിക്കുന്ന NGOകൾ വരെ ഇതിൽ വരും. ഇവരൊക്കെ പൊതുജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ശരി, വാതില് തുറന്നു. ഇനി അവിടെ നിന്ന് എന്തൊക്കെ ചോദിച്ചു വാങ്ങാം? അതാണ് സെക്ഷൻ 2F പറയുന്നത്. കടലാസിലുള്ള ഫിസിക്കൽ ഫയലുകൾ മാത്രമല്ല, കമ്പ്യൂട്ടറിലുള്ള ഇലക്ട്രോണിക് ഡേറ്റ, ഡോക്യുമെന്റുകൾ, മെമ്മോകൾ, ലോഗ് ബുക്കുകൾ, അങ്ങനെ എന്തു വിവരവും ഒരു പൗരന് ചോദിക്കാം. ഇതാണ് നമ്മൾ തേടുന്ന ആ നിധി. ഭാഗം 3. നിങ്ങളുടെ അധികാരം പ്രയോഗിക്കുക. അപ്പോൾ ഒരു സാധാരണ പൗരൻ എങ്ങനെയാണ് ഈ പവർ ഉപയോഗിക്കുന്നത്? പൂനെയിൽ ഷാഹിദ് റാസ ബർണി എന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് എന്നോർക്കുക. അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട വലിയൊരു മാതൃകയാണ്. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ഒന്നാമതായി, നിങ്ങൾക്കറിയേണ്ട വിവരങ്ങൾ വ്യക്തമായി ചോദിച്ചുകൊണ്ട് ഒരു അപേക്ഷ തയ്യാറാക്കുക. രണ്ടാമതായി, വെറും 10 രൂപ ഫീസ് അടയ്ക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL വിഭാഗക്കാർക്ക് ഈ 10 രൂപ പോലും കൊടുക്കേണ്ട. അവർക്കിത് തികച്ചും സൗജന്യമാണ് കേട്ടോ. മൂന്നാമതായി, ഈ അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അഥവാ PIOയ്ക്ക് സമർപ്പിക്കുക. അത്രയുള്ളൂ. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികാരികളുടെ മുന്നിൽ ഒരു ടൈമർ ഓടിത്തുടങ്ങുകയാണ്. നിങ്ങൾ നേരിട്ട് PIOയ്ക്കാണ് അപേക്ഷ നൽകിയതെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റ് നൽകിയിരിക്കണം. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. നിങ്ങൾ അപേക്ഷ നൽകുന്നത് നേരിട്ടല്ലാതെ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ APIO വഴിയാണെങ്കിൽ ഈ സമയപരിധി 30-ൽ നിന്ന് 35 ദിവസമായി മാറും. ഇനി ഇതിലെ ഏറ്റവും പവർഫുള്ളായ കാര്യം എന്താന്നോ? സെക്ഷൻ 7(1) പറയുന്നത് കേൾക്കുക.
നിങ്ങൾ ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യവുമായോ നേരിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് 30 ദിവസം ഒന്നും കാത്തിരിക്കാൻ കഴിയില്ല. ആലോചിച്ചു നോക്കൂ, വെറും 48 മണിക്കൂറിനുള്ളിൽ ആ വിവരം അവർ തന്നിരിക്കണം. ഭാഗം 4. വിലക്കപ്പെട്ട രേഖകൾ. എല്ലാ സൂപ്പർ ഹീറോകൾക്കും ചില പരിമിതികൾ ഉള്ളതുപോലെ ഈ നിയമത്തിനും തുറക്കാൻ കഴിയാത്ത ചില വാതിലുകളുണ്ട്. ഭരണകൂടത്തിന്റെ ആ വിലക്കപ്പെട്ട രേഖകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചോദിച്ചാൽ എല്ലാ വിവരങ്ങളും അവർക്ക് തരാൻ കഴിയില്ല. സെക്ഷൻ 8(1) പ്രകാരം ചില കാര്യങ്ങൾക്ക് ഇളവുകളുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രഹസ്യങ്ങൾ, പുറത്തുവിട്ടാൽ കോടതിയലക്ഷ്യമാകുന്ന കാര്യങ്ങൾ, മന്ത്രിസഭാ തീരുമാനങ്ങളുടെ ക്യാബിനറ്റ് രേഖകൾ, വിശ്വസ്ത ബന്ധത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ എന്നിവയൊന്നും ഈ നിയമപ്രകാരം നമുക്ക് ലഭിക്കില്ല. അതെല്ലാം സുരക്ഷിതമായി ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെയുമുണ്ട് ചില എക്സെപ്ഷൻസ്. ഭരണകൂടത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില രഹസ്യവിവരങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്താം എന്ന് നിയമം പറയുന്നു. അതുപോലെ നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം മറ്റേതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെക്ഷൻ 11 പ്രകാരം 5 ദിവസത്തിനുള്ളിൽ ആ വ്യക്തിക്ക് അഥവാ മൂന്നാം കക്ഷിക്ക് PIO തീർച്ചയായും നോട്ടീസ് നൽകിയിരിക്കണം. ഭാഗം 5. കമ്മീഷന്റെ കാവൽക്കാർ. നമ്മളൊരു അപേക്ഷ കൊടുത്തു, പക്ഷെ ന്യായമായും കിട്ടേണ്ട വിവരം അവര് തന്നില്ലെങ്കിലോ? അവിടെയാണ് ഈ നിയമത്തിന്റെ ഗാർഡിയൻസ് വരുന്നത്. ഈ വിവരാവകാശ കമ്മീഷനുകൾ എന്ന സംവിധാനത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് കമ്മീഷണറും അദ്ദേഹത്തെ സഹായിക്കാൻ പരമാവധി 10 വിവരാവകാശ കമ്മീഷണർമാരുമാണുള്ളത്. ഇവരെ നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇവരുടെ ഔദ്യോഗിക കാലാവധി ഒന്നുകിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ഓർമ്മിക്കേണ്ട ചില പേരുകളുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു. ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. ഇനി ഇന്ത്യയുടെ ഇപ്പോഴത്തെ CIC ആരാണെന്ന് ചോദിച്ചാൽ അത് ഹിരാലാൽ സമരിയാണ്. കേന്ദ്രത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് ഇതേപോലൊരു സിസ്റ്റം. സെക്ഷൻ 15(1) സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാന സർക്കാർ വകുപ്പുകൾക്കെതിരെയുള്ള അപ്പീലുകൾ കേൾക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണിത്. കേരളത്തിൽ ഭരണരംഗത്ത് സുതാര്യത ഉറപ്പാക്കാനും അഴിമതിയും സ്വജനപക്ഷപാതവും തടയാനും ഈ കമ്മീഷൻ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനുള്ള ഏറ്റവും പവർഫുള്ളായ താക്കോൽ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലുണ്ട്. നമ്മുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളോടെനിക്ക് ചോദിക്കാനുള്ളത് ഒന്നുമാത്രം. ഈ അവകാശം ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഏത് സത്യമാണ് നിങ്ങൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത്? ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.